ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹായ്, നമസ്കാരം. ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മീസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ഇടിയപ്പം റെസിപ്പിയാണ്. കാരണം പലരും പറയുന്നുണ്ട് ഇടിയപ്പത്തിന് കുഴച്ചിട്ട് സോഫ്റ്റ് ആവുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും, അല്ലെങ്കിൽ മാവിൽ മയം കുറവായിരിക്കും. അപ്പം നമ്മൾ അതുപോലെ ചിലപ്പോൾ മാവ് ശരിക്കും വേവാതെ കുറച്ച് പച്ച പോലെ കിടക്കുന്നുണ്ടാവും. അതിൽ നമ്മൾ കുക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് ശരിയാവാത്തത്. ശരിക്കും ഒരു പൂ പോലെ ഇങ്ങനെ ഉലർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ നൂലിങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടുന്ന തരത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഈ റെസിപ്പി ഇതുപോലെ ഫോളോ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഹാർഡാവില്ല. എത്ര നേരം, വൈകുന്നേരം വരെ വെച്ചാലും ഹാർഡാവാത്തൊരു ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിവിടെ ഇടിയപ്പം രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ചിലപ്പോൾ ഒന്ന് ആവിയേറ്റിയൊക്കെ എടുക്കാറുണ്ട്. ചിലപ്പോൾ മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കിയൊക്കെ എടുക്കും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഇടിയപ്പം ആവി കയറ്റുന്നതിന് പകരം മൈക്രോവേവിൽ വെച്ച് ചൂടാക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളം അതിൻ്റെ മുകളിൽ നിന്ന് തളിച്ച് കൊടുത്തിട്ട് മൈക്രോവേവിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇതായിട്ട് കിട്ടും. കാരണം അതിൻ്റെ അകത്ത് സ്റ്റീം ചെയ്യലല്ലോ, ഡ്രൈ ആയ പോലെയല്ല ചൂടായി കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു അല്പം വെള്ളം കൂടെ നനച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമുക്കിന്ന് ഇത്തിരി ഇടിയപ്പം ഉണ്ടാക്കാം. അടി കട്ടിയുള്ള ഏതൊരു പാത്രം വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ട് അതിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ വേണം 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാനായിട്ട്. ഞാൻ ഇതിന് 1 ഗ്ലാസ് അരിപ്പൊടിക്കുള്ള കണക്കാണ് ഇപ്പോൾ പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ വെള്ളം നല്ലപോലെ തിളയ്ക്കട്ടെ. ഈസ്റ്റേണിൻ്റെ ഇടിയപ്പം പൊടിയാണ് ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ബ്രാൻഡ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും എത്രയാണ് വെള്ളം യൂസ് ചെയ്യേണ്ടത്. ഇതിൽ കണ്ടോ, 3 കപ്പ് ഈസ്റ്റേൺ ഇടിയപ്പ പൊടിയിൽ 4.5 കപ്പ് വെള്ളം. അപ്പം 3-ന് 4.5 എന്ന് പറയുമ്പം 1-ന് 1.5 ആ ഒരു കണക്കിലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ വേറെ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കവറിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും, അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാൻ ഡബിൾ ഹോഴ്സും ഈസ്റ്റേണും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇത് രണ്ടിലും ഈ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് പറയുന്നത്. പൊടികൾ ഏതാണോ അതനുസരിച്ച് മാറ്റം വരാം, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ വെള്ളം ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തോളൂ. ഇതൊഴിച്ച് ഇടിയപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇത് ഒഴിക്കാതെയും ചൂടാം, അപ്പോൾ സോഫ്റ്റ്നെസ്സിനൊരു വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കിയ ശേഷം വെള്ളം ഒന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പിൻ്റെ അളവ് കറക്റ്റാണോ നോക്കിയ ശേഷം, കറക്റ്റ് ആണെങ്കിൽ ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഇങ്ങനെ നന്നായിട്ടൊരു 30 സെക്കൻഡോളം വെള്ളം തിളച്ച് കഴിയുമ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് താഴ്ത്തുക. താഴ്ത്തിയ ശേഷം ആ വെള്ളം നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് 1 കപ്പ് ടൈറ്റാക്കി ഇങ്ങനെ തട്ടിയെടുത്തിട്ടുള്ളതാണ് 1 കപ്പ് ഇടിയപ്പം പൊടി നമുക്കിങ്ങനെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് നനവെത്തണം. എനിക്കിത് ഉണ്ണിയപ്പം മേടിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു കമ്പാണ്. ഉണ്ണിയപ്പം തിരിച്ചിടാനായിട്ട് ഉണ്ണിയപ്പം ചട്ടിയിൽ. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തവിയുടെ ബാക്ക് കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ. നല്ലപോലെ എല്ലാം മിക്സ് ചെയ്യണം. കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും വെള്ളം എത്തണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഈ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് ഇതിനെ മാറ്റി വേറെ അടുപ്പിൻ്റെ മുകളിലേക്ക് വെക്കാം. പക്ഷെ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെക്കണം. എയറൊന്നും പുറത്തേക്ക് പോകാതെ ടൈറ്റായിട്ട് അടച്ചിട്ട് ഈ ചൂടുള്ള അടുപ്പിൽ വെക്കരുത്, മാവ് ഒരുപാട് ഇതായി പോവും. അടുപ്പൊന്ന് മാറ്റി വെക്കുക. ആ ചൂടത്ത് ആ മാവ് ഇരുന്നൊന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ടൊരു 10 മിനിറ്റ് അത് കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ചൂടാവുന്ന സമയത്ത് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് ചെയ്യാം. നമ്മുടെ മിക്സ് ഞാൻ അടച്ച് വെച്ചിരുന്നത് ഒരു 10 മിനിറ്റോളം ഇതായിട്ടുണ്ട്. ഇപ്പോഴും ചൂടുണ്ട് കേട്ടോ. അത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ചൂടാണെങ്കിൽ ഇതിൽ ചെയ്യാം. പക്ഷേ ഞാനിതിൽ ചെയ്യുന്നില്ല, കാരണം ഞാൻ കാണിച്ച എല്ലാവരും അത് ട്രൈ ചെയ്ത് കൈ പൊള്ളിക്കേണ്ട. ഒരു പരന്ന പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് ഞാനത് മാറ്റുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ചൂട് നോക്കുക. കൈ കൊണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ള പാകമായി കഴിഞ്ഞാൽ ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ കുഴച്ച് കൊടുക്കണം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കയ്യിൽ വേണമെങ്കിൽ ഒരല്പം എണ്ണയൊക്കെ തൊട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ
വീട്ടിൽ പൊടിപ്പിക്കുന്ന അരിയെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അരിയൊക്കെ വെള്ളത്തിലിട്ട് നനച്ച് വെച്ചിട്ടാണല്ലോ പൊടിക്കാൻ കൊടുത്തു വിടുക. അങ്ങനെ പൊടിച്ച് കിട്ടിയ അരി ഒന്ന് വറുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ. നമ്മുടെ ഇടിയപ്പം മിക്സൊക്കെ കിട്ടുന്ന സമയത്തുള്ള അരിയാണെങ്കിൽ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ അരി ഓൾറെഡി അവർ വറുത്തിട്ടാണ് പാക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ സെയിം റെസിപ്പി ആട്ടോ ഞാൻ പത്തിരിക്കും ഫോളോ ചെയ്യുന്നത്. പത്തിരിക്ക് പരത്തുന്നു, ഇതിൽ പിഴിഞ്ഞ് നൂലപ്പം ഇതിലിട്ട് പിഴിഞ്ഞെടുക്കുന്നു. എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പീച്ചെടുക്കുന്നു. ഒരു 8-10 മിനിറ്റ് നല്ലപോലെ കുഴച്ച മാവാണ്. മാവിൻ്റെ പാകം അറിയണം എങ്ങനെയാണെന്നറിയോ? ഇതിങ്ങനെ അമർത്തി നോക്കിയാൽ കയ്യിലേക്ക് പൊന്തി വരുമില്ല, മാവ് അകത്തേക്ക് പോവുകയും ചെയ്യും. ആ ഒരു സോഫ്റ്റ് ഇതായിട്ടുണ്ടെന്ന് അർത്ഥം. ഇത് ഞാൻ കുഴച്ചതിൻ്റെ ഒരു ഇതുണ്ടാവും എൻ്റെ കയ്യിൽ, അല്ലാതെ മാവ് അതിൽ നിന്ന് അടർന്നു വരുന്നില്ല. അപ്പോൾ കറക്റ്റായി എന്നർത്ഥം. ഇനി നമുക്ക് നൂലപ്പം എങ്ങനെ ചുട്ടെടുക്കാൻ നോക്കാം. ഞാൻ എൻ്റെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത്. ഞാനിതിൽ ഒരല്പം എണ്ണ തേച്ച് കൊടുക്കാൻ പോവാണ്. ഇത് ഞാൻ ഇവിടെ ഓൾറെഡി തേച്ച് വെച്ചിരുന്നതാണ്. ഇഡ്ഡലി തട്ടിൻ്റെ ഏറ്റവും അടിയിലത്തേൽ ഞാൻ ഒഴിക്കാറില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അടിയിലത്തേൽ ഞാൻ നൂലപ്പത്തിനും വെക്കാറില്ല. മുകളിലത്തേതിൽ ആണ് ഞാൻ വെക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ നൂലപ്പത്തിൻ്റെ സ്റ്റീമർ വേറെ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഒരല്പം നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ അങ്ങനെ അങ്ങ് ചുട്ടാലും മതി. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ഇടിയപ്പം ഉണ്ടാക്കണത്, അതുകൊണ്ട് ഞാനും ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് ഇടിയപ്പത്തിൻ്റെ അച്ചാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനെ തിരിക്കുന്നതാണ്. ചിലവരിൽ ഇങ്ങനെ ഗൺ പോലെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ഫുള്ള് അങ്ങ് തുറക്കുക. ഇതുപോലെ ഇത് ഫുള്ള് തുറക്കുക. എന്നിട്ട് ഇതൊരു സ്ഥലത്ത് മാറ്റി വയ്ക്കുക. ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഇട്ട് കൊടുക്കുന്ന അച്ചുകൂടെ നിങ്ങളൊന്ന് കാണിക്കാൻ വെച്ചു. ഇതുപോലത്തെ ഏറ്റവും നൈസായിട്ടുള്ളതാണ് നൂലപ്പത്തിന് വേണ്ടത്. അത് വെച്ചിട്ട് നമുക്കങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പിരി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, സൂക്ഷിച്ചൊക്കെ ചെയ്യണം. ബാക്കിൽ തേങ്ങ ഫിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് എടുത്തിട്ട് അതിൽ നിന്ന് ഇതുപോലെ നീളത്തിൽ ആക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എത്രമാത്രം വയ്ക്കാമോ അത്രയും വയ്ക്കാം കേട്ടോ. കാരണം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ഇവിടെ പിരി തെറ്റാതെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അത് ചിലർ പറയാറുണ്ട് ഇത് പൊട്ടി പൊട്ടി വരുന്നു, ശരിക്കും പീച്ചാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഒന്നുകിൽ വെള്ളത്തിൻ്റെ അളവ്, അതല്ലെങ്കിൽ പൊടിക്കകത്ത് ഒരുപാട് തരി ഉണ്ടെങ്കിലൊക്കെയാണ് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക. ഇനി നമുക്കിത് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൽ ചുറ്റിച്ചുകൊണ്ട് തന്നെ ആ തട്ടിലും ചുറ്റും ഇങ്ങനെ കൊണ്ടുവരണം, അല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ നിർത്തി ചുറ്റിക്കരുത്. ചിലവരിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചുടും. ഞങ്ങളുടെ വീട്ടിലിങ്ങനെ മൊത്തത്തിലാണ് ചുടുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചുടണമെങ്കിൽ ഓരോ കുഴിയിൽ മാത്രം വീച്ച് കൊടുത്താൽ മതി. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു ലെയർ വീച്ച് കഴിഞ്ഞാൽ വീണ്ടും നാളികേരം ഇട്ട് കൊടുക്കും. അത് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്കിതുകൊണ്ട് വേവാൻ വയ്ക്കാം. ഞാനിവിടെ വെള്ളം തിളയ്ക്കാനായിട്ടൊരു കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ സ്റ്റീമർ ആണെങ്കിൽ എന്തിലാണെങ്കിലും നിങ്ങൾ അവിടുത്തെ ആ പീച്ചണ സമയം കൊണ്ട്, മാവ് പിഴിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് ഇവിടെ വെള്ളം തിളയ്ക്കാൻ വെക്കുക. എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ ഇതെടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് കുക്കറിൻ്റെ ഇതിൽ ഇതിടണം കേട്ടോ. ഗ്യാസ്കറ്റ് ഇട്ട ശേഷം ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ മുകളിൽ വെയിറ്റ് മാത്രം വയ്ക്കരുത്. എന്നിട്ട് നല്ല ശക്തമായിട്ട് മുകളിൽ നിന്ന് ആവി പൊന്തി തുടങ്ങും നല്ലപോലെ. അങ്ങനെ ഒരു 2-3 മിനിറ്റോളൊക്കെ ആകുമ്പോഴത്തേക്കും ഇടിയപ്പം നന്നായിട്ട് വെന്തെടുക്കും. കാരണം മാവൊക്കെ ഒരുവിധം വെന്തത് തന്നെയാണല്ലോ. നമ്മൾ ഇപ്പോൾ കണ്ടോ ശക്തമായിട്ട് ആവി വരുന്നുണ്ട്. നിങ്ങൾക്ക് ആവി വരുന്നത് കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും ക്യാമറയിൽ എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ശക്തമായിട്ട് ആവി വരുന്നുണ്ട്, ശബ്ദം കേൾക്കുന്നുണ്ടാവും.
അങ്ങനെ ഒരു 3 മിനിറ്റോളം വെന്തിട്ടുണ്ട്. ഞാൻ സിമ്മാക്കിയിട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതുണ്ട് നമ്മുടെ ഇടിയപ്പം വെന്ത് പാകമായിട്ടുണ്ട്. ഒരു കിച്ചൺ ടവലോ എന്തെങ്കിലും ചേർത്ത് പിടിച്ച് വേണം എടുക്കാനായിട്ട്. എടുത്ത് മാറ്റാം. നമുക്കിനി ഇത് ഡിമോൾഡ് ചെയ്യാം. ഞാൻ ഇതിവിടെ നിന്ന് എടുക്കുകയാണ്. ഒരുവിധം എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ചൂടാണ്. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ പറ്റുന്ന എന്തെങ്കിലും ചേർത്ത് വേണം പിടിക്കാനായിട്ട്. ഇങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങോട്ട് എടുക്കുക. നമ്മുടെ ഇടിയപ്പം ഡിമോൾഡ് ചെയ്തു. ഇനി ഞാനിപ്പം ഇതിനൊപ്പം വെക്കാനായിട്ട് അടുത്ത ഒരു സെറ്റ് റെഡിയാക്കി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് ഇതിലേക്ക് വെച്ചിട്ട് ഇത് ഞാൻ വേവാൻ വയ്ക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ആദ്യം നമ്മൾ ഒഴിച്ചതിലേക്ക് കുറച്ചുകൂടെ നാളികേരിട്ടിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും പിഴിഞ്ഞ് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്കത് ഒന്ന് വിടർത്തി കാണിച്ചു തരാം. ഇത് കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നൂലുകളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.